ഞാനിവിടെ 10 ദിവസമായി വളരെ ഡെഡിക്കേറ്റായി അർജുനന് വേണ്ടി കേരളത്തിന്റെ ഒരു MLA എന്ന നിലയ്ക്ക് ഇടപെട്ട ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യം, അർജുൻ കിടന്നുറങ്ങുന്ന ട്രക്ക് ആ മണ്ണിടിച്ചിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായത്തിനിടയിൽ എല്ലാ മണ്ണും മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു നിരാശ തോന്നിയത് അതിനകത്ത് അർജുനില്ല എന്നാണ്, ട്രക്കില്ല എന്നാണ്. അതിനുശേഷം ഇന്ദ്രബാലന്റെ ടീം കൃത്യമായി ഒരു ലൊക്കേഷൻ കണ്ടെത്തി. ആ ട്രക്ക് ഔദ്യോഗികമായി കണ്ടെത്തിയ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഔദ്യോഗികമായി കർണാടകത്തിന്റെ റവന്യൂ മന്ത്രിയാണ്. അതിനുശേഷം ആ ട്രക്കിന് ട്രക്കിന്റെ അടുത്തേക്ക് എത്താനുള്ള എല്ലാവിധ ശ്രമം നടത്തിയിട്ട് പോലും ഇവിടെ തോറ്റു നിൽക്കുകയാണ്. നേവിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 8 knots ആണ് വെള്ളം. ഞങ്ങളൊരു 3 knots ഉണ്ടെങ്കിൽ അതിനകത്ത് 100% ജീവനോടെയുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ സാഹസികമായി ഞങ്ങൾ അങ്ങനെ മുങ്ങാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കാരണവശാലും ഈ വെള്ളം ഇത്രയും വല്ല സ്പീഡിനിടയിൽ ഞങ്ങൾക്ക് അടിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും MLAയും ഡ്രഡ്ജിംഗ് ഗോവയിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ലോറിയിൽ കയറ്റി, ട്രക്കിൽ കയറ്റി 15 ടണ്ണാണ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടുവരാൻ റോഡിലേക്ക്. 25 ടൺ ആയതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും, സാങ്കേതിക തടസ്സം വന്ന് അത് ഇന്നുവരെ ഇവിടെ എത്തിച്ചിട്ടില്ല. 2 ഒരു ഫ്ലൂട്ടിംഗ് പാൻഡുലം എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചു. അതുകൂടി ഇവിടത്തെ ഗംഗാവളി ബ്രിഡ്ജും മറ്റുള്ള കൊങ്കൺ ബ്രിഡ്ജിനെയും അവർ പറയുന്നത് അത് പൊളിച്ചു മാറ്റിയിട്ടാണ്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 10 ഡേയ്സിന്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ CM ഇന്നും കർണാടക CM-മായി ആശയവിനിമയം നടത്തുന്നുണ്ട്. നമ്മുടെ 2 മന്ത്രിമാർ വന്നു, റിയാസ് മിനിസ്റ്ററും ഫോറസ്റ്റ് മിനിസ്റ്ററും. അവരൊക്കെ ആദ്യം എത്തിയ പാട് ഇതിനെ ഏത് രീതിയിൽ ഞാൻ കൂടെയുണ്ട്, റിയാസ് മിനിസ്റ്റർ, എല്ലാവരും ഇവിടുത്തെ MLAയുടെ ശ്രമത്തെ അഭിനന്ദിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ ഓരോ ശ്രമങ്ങളെയും അവർ കൃത്യമായി വിലയിരുത്തി. ഇപ്പം 2 MLAമാർ എന്റെ കൂടെയുള്ള വിജിനും പ്രിയപ്പെട്ട കാസർകോട്ടെ തൃക്കരിപ്പൂർ രാജഗോപാലും എന്റെ കൂടെയുണ്ട്. രാഘവേട്ടന് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഓരോ മിനിറ്റ് വെച്ച് അദ്ദേഹം വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ദിവസത്തിലും ഒരു റിസൾട്ട്, ട്രക്ക് കണ്ടു എന്ന് അനൗൺസ് ചെയ്തതല്ലാതെ ആ ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം വരുത്താൻ കഴിഞ്ഞിട്ടില്ല.